നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൊച്ചേട്ടനും ആരതിക്കും ഉണ്ടായതുപോലെ ഒരു സാഹചര്യം നമുക്കുണ്ടായ വല്ലവരും വലിച്ചെറിഞ്ഞ താലി ഉപയോഗിക്കാതെ ഫ്രഷായി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചതാ. താലിയൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ കെട്ടിന്റെ കഴുത്ത് എന്റേതല്ലേ? അവിടെ വന്നത് കെട്ടു മുമ്പ് ചേച്ചിയുടെ അനുവാദവും ആശീർവാദവും ഉണ്ടാവണം. അല്ലാതെ നടക്കില്ല കേട്ടോ. അല്ല, പെട്ടെന്നൊരു ആക്സിഡന്റൽ സിറ്റുവേഷനില് ഒരു സിറ്റുവേഷനും നടക്കില്ല. ആരതി അല്ല ആര്യ, അത്ര തന്നെ. എന്താ വേണ്ട, ചേച്ചി അനുഗ്രഹിച്ചിട്ട് മതി. ശരി, അപ്പൊ നിർവിഘ്നവും സുദീർഘവുമായ ദാമ്പത്യം പ്രാർത്ഥിച്ചുകൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് ഹവിസ് അർപ്പിക്കാം. അഗ്നിദേവനെ വണങ്ങി പരസ്പരം കൈകൾ ചേർത്ത് ഹോമകുണ്ടം വലം വയ്ക്കാം. കന്യാദാനം നടത്താം. പൂജയെന്ന് പറഞ്ഞ് കുറെ നേരമായല്ലോ. എന്തൊക്കെയാ കാണിക്കുന്നത്? ഇത് പൂജയാണോ കല്യാണമാണോ? ആദ്യം അത് പറയ്. പൂജ തന്നെയാ. മാംഗല്യ പൂജയ്ക്ക് എല്ലാ വിവാഹ ചടങ്ങുകളും നിർബന്ധമായിട്ടും നടത്തിയിരിക്കണമെന്നാ തിരുമേനി പറഞ്ഞത്. അല്ലേ തിരുമേനി? അതെ അതെ, അതുകൊണ്ടാണല്ലോ ഇതിനെ മംഗല്യ പൂജ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിച്ചാലും ഇനി എനിക്കങ്ങ് വയ്യ. ഇതുവരെ ചെയ്തേക്ക മതി പൂജയ്ക്ക്. അയ്യോ, അങ്ങനെ പറയരുത്. പൂജ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. എന്നാൽ പൂജ അപൂർണമായിട്ട് അവസാനിച്ചാൽ അതിന്റെ ദോഷം വലുതാണ്. വലിയ ദുരന്തങ്ങൾ തന്നെ സംഭവിക്കാം. അയ്യോ, എനിക്ക് വയ്യ. തല ചുറ്റുന്നത് പോലെ, നെഞ്ചാകെ വേദനിക്കുന്നത് പോലെ. ആരതി മോളെ, പൂജ പൂർത്തിയായില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും മോളെ. മോളെ, നീ എന്നൊന്ന് രക്ഷിക്കും മോളെ. നാശം, എന്തൊരു ഗതികേടാ. എന്താന്ന് വെച്ച ചെയ്ത് തൊലയ്ക്ക്. ഹോമകുണ്ടം വലം വച്ചു കഴിഞ്ഞാൽ സന്ധ്യ കഴിയുമ്പോ തുളസിക്ക് മുന്നിൽ വിളക്ക് വെച്ച് അരുന്ധതി നക്ഷത്രത്തെ ദർശിക്കണം. അതാണ് പൂജയുടെ രണ്ടാം ഘട്ടം. ഇനി വലം വെച്ച് വന്നോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.